പൃഥ്വിയുടെ മേൽചുണ്ടുകൾക്ക് മുകളിൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. തന്റെ മുന്നിൽ പരിഭ്രമിച്ചു നിൽക്കുന്ന ആ കൊച്ചു പെൺകുട്ടിയിലേക്ക് പൃഥ്വിയുടെ കണ്ണുകൾ എത്തി നിന്നു. തീർത്ഥ മെല്ലെ കണ്ണുകൾ ഉയർത്തിയപ്പോൾ അവന്റെ മിഴികൾ തന്നിലാണെന്ന് തിരിച്ചറിഞ്ഞതും അവൾ വിറച്ചുകൊണ്ട് കണ്ണുകൾ താഴ്ത്തി. അതേ, കണ്ണും നോക്കി കഴിഞ്ഞോ? അനന്യയുടെ ശബ്ദം കേട്ട് രണ്ടുപേരും ഒന്ന് ഞെട്ടി. പൃഥ്വി തീർത്ഥയുടെ കയ്യിൽ നിന്ന് ആ ബാഗ് വാങ്ങി മേലേക്ക് വെച്ചിട്ട് സീറ്റിലേക്കിരുന്നു. തീർത്ഥ തൊട്ടടുത്ത സീറ്റിലേക്കും. കൈയും ദേഹവും എല്ലാം ചുരുട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെയായിരുന്നു തീർത്ഥയുടെ ഇരിപ്പ്. എന്തു വന്നാലും അവന്റെ ദേഹത്ത് മുട്ടരുത് എന്ന കണക്ക്. അതുകണ്ട് അവന് ചിരി പൊട്ടി. ഇതൊക്കെ കണ്ട് അപ്പുറത്തിരിക്കുന്ന അനന്യയുടെ ചുണ്ടുകളിലും ചിരിയൂറി. എത്രയൊക്കെ വേണ്ടെന്ന് ശാസിച്ചിട്ടും അവന്റെ കണ്ണുകൾ തീർത്ഥയുടെ മേലെ പാറി വീഴുന്നുണ്ടായിരുന്നു. പൃഥ്വി അന്തസ്സായിട്ട് വായുനോട്ടത്തിൽ മുഴുകിയിരിക്കുന്നതിനിടെ തലയിലൊരു തട്ട് കിട്ടി അവൻ തിരിഞ്ഞു നോക്കി. കയ്യിൽ ഒരു കുപ്പിയും പിടിച്ചിളിച്ചു കാണിക്കുന്ന അനന്യയെ കണ്ട് അവൻ പല്ല് കടിച്ചു. അവൾ അവന്റെ കയ്യിലേക്ക് പൊളിച്ച ചിപ്സിന്റെ കവർ നീട്ടി തീർത്ഥയെ ചൂണ്ടിക്കാണിച്ചു. അവനത് വാങ്ങിക്കൊണ്ട് തീർത്ഥയെ നോക്കി. അവൾ ഈ ലോകത്തെയെല്ലാം എന്ന മട്ടിൽ ഇരിപ്പാണ്. അതേ, അനക്കമില്ല. അതേ, ഇത്തവണ അവന്റെ ഒച്ചയ്ക്ക് കട്ടുകൂടിയതും തീർത്ഥയൊന്ന് ഞെട്ടിത്തിരിഞ്ഞു. കയ്യിൽ ചിപ്സും പിടിച്ചിരിക്കുന്ന പൃഥ്വിയെ കണ്ടവൾ ചോദ്യഭാവത്തിൽ നോക്കി. അവനത് അവൾക്ക് നീട്ടി. അവൾ വേണ്ടെന്ന് വിലങ്ങനെ തലയാട്ടി. എടോ, പേടിക്കണ്ട, ഞങ്ങളിൽ ഉറക്കം വരുന്നൊന്നും ചെയ്തിട്ടില്ല. അനന്യ അവിടെ ഇരുന്ന് വിളിച്ചു കൂവി. പൃഥ്വിയും തീർത്ഥയും ചമ്മിയ കണക്കായിപ്പോയി. നമ്മുടെ കഥാനായിക കാണ്ടാമൃഗത്തിന്റെ എതിരാളിയായതുകൊണ്ട് തന്നെ അവിടെ നോക്കുലുക്കം. അവൾ കൈനീട്ടി രണ്ടെണ്ണം എടുത്തു. മതിയെന്ന് കാണിച്ചു. പൃഥ്വി ഒന്ന് കണ്ണ് ചിമ്മി അടച്ചിട്ട് ഒരു പേപ്പർ എടുത്ത് അതിലേക്ക് പകുതിയിലധികം തട്ടി തീർത്ഥയ്ക്ക് നേരെ നീട്ടി. എനിക്ക് മതി. കാറ്റുപോലെ നേർത്ത ശബ്ദം. അവൻ പിന്നെ ഒന്നും നോക്കിയില്ല. അവളുടെ കണ്ണുകളിലെ ദയനീയ ഭാവം മൈൻഡ് ചെയ്യാതെ അത് തീർത്ഥയുടെ മടിയിലേക്ക് തന്നെ വെച്ചു കൊടുത്തു. അനന്യ അത് കണ്ട് ചിരിച്ചുകൊണ്ട് തിരിഞ്ഞിരുന്നു. അർജുൻ ജ്വാല രാജസ്ഥാനിലേക്ക് തിരികെ പോയതിൽ പിന്നെ ആകെ ചടഞ്ഞിരിപ്പാണ്. ദിവസവും വീഡിയോ കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവൻ അവളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി മെല്ലെ താഴേക്ക് നടന്നു. അവിടെ പെട്ടെന്ന് TV-യിൽ കണ്ട വാർത്ത കേട്ട് അവൻ തറഞ്ഞു നിന്നുപോയി. ശങ്കറിന്റെ ഗുണ്ടകൾ രക്ഷയുടെ ഫ്ലാറ്റിലേക്ക് കയറിയിരുന്നു. അപ്പോഴേക്കും പ്രിയയും രക്ഷയും ഹാളിലെ സോഫയിൽ കിടന്നുകൊണ്ട് ഒരു സിനിമ കാണുകയായിരുന്നു. വാതിൽ ചവിട്ടിപ്പൊളിച്ച് കയറി വരുന്ന ഗുണ്ടകളെ കണ്ട് പ്രിയ ഭയന്ന് പറച്ചു. ആരാ നിങ്ങളൊക്കെ? എന്തീ കാണിക്കുന്നത്? പ്രിയയെ പിന്നിലേക്ക് മാറ്റി നിർത്തി ഒരു കവചം പോലെ രക്ഷ നിന്നു. എന്നാൽ പൂ പറിക്കുന്ന ലാഘവത്തോടെ അവർ അവളെ വലിച്ചു ദൂരേക്കെറിഞ്ഞു. എന്നിട്ട് പ്രിയയുടെ വായും കൈകളും കെട്ടി. എന്നിട്ട് അവളെ വലിച്ചെടുത്തുകൊണ്ട് ഒരുവൻ പുറത്തേക്കിറങ്ങി. പ്രിയ, പ്രിയ! രക്ഷ അലറി വിളിച്ചുകൊണ്ട് അവൾക്ക് പിന്നാലെ ഓടാൻ തുടങ്ങി. എന്നാൽ ഗുണ്ടാത്തലവനെന്ന് തോന്നിച്ചയാൾ അവളുടെ കവിളിലേക്ക് ആഞ്ഞടിച്ചു. രക്ഷയ്ക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. അവൾ താഴേക്കിരുന്നു പോയി. ഹൃദയം കീറി രക്തമൊഴുകുന്നത് പോലെ അവളിൽ നിന്നും കണ്ണീർ ഒഴുകിയിറങ്ങി. അണ്ണാ, മറ്റവളെ എന്ത് ചെയ്യാനാ മുതലാളി പറഞ്ഞത്? കൊന്നു കുഴിച്ചു മൂടാനാണ്. പക്ഷേ ഈ രാഘവൻ ഇവളുടെ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കാതെ അങ്ങ് കൊന്നു തല്ലിയാൽ നഷ്ടമല്ലേ സുരേഷേ? അണ്ണാ, അത് വേണോ? മുതലാളി അറിഞ്ഞ ഒന്ന് പോടാ. അയാൾക്ക് കാര്യം നടന്നാൽ മതി. അയാൾ വികൃതമായി ഒന്ന് ചിരിച്ചു. അയാൾ മുന്നിലേക്ക് വരുന്നത് കണ്ടതും രക്ഷ പിന്നിലേക്ക് നിരങ്ങി. അയാൾ കൈകൾ നീട്ടി രക്ഷയുടെ ചുണ്ടുകളെ ഞെരിച്ചു. അറപ്പോടെ അവൾ അയാളുടെ മുഖത്തേക്ക് ആഞ്ഞു തുപ്പി. കലി കയറിയ രാഘവൻ അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ച് ചുവരിലേക്ക് തല പിടിച്ച് ഇടിച്ചു. രക്ഷയുടെ നെറ്റി പൊട്ടി രക്തമൊഴുകിയിറങ്ങി. പിടിച്ചു കെട്ടി വണ്ടിയിലിട ഇവളെയും. ഒന്ന് ആസ്വദിച്ചിട്ട് തീർക്കാമെന്ന് കരുതിയപ്പോ പൊന്നമോൾ ചെയ്തത് കണ്ടില്ലേ? ഇവളെ ഇനി നമുക്ക് 3-4 ദിവസം വിശദമായി പരിചയപ്പെട്ടിട്ട് കഴിഞ്ഞ് വലർത്തും കൊണ്ട് തള്ളാം. കണ്ണുകൾ അടഞ്ഞു പോകുമ്പോഴും രക്ഷയുടെ ചുണ്ടുകൾ പ്രിയയുടെ പേര് മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. അർജുൻ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി മെല്ലെ താഴേക്ക് നടന്നു. അവിടെ പെട്ടെന്ന് TV-യിൽ കണ്ട വാർത്ത കേട്ട് അവൻ തറഞ്ഞു നിന്നുപോയി. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ജയശങ്കർ കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന്റെ സംശയിക്കുന്ന ശരീരഭാഗങ്ങൾ പോലീസ് കണ്ടെടുത്തു. കുറച്ചു നാളുകളായി അദ്ദേഹത്തെ കാണുവാനില്ലായിരുന്നു. തീർത്തും ക്രൂരവും പൈശാചികവുമായ രീതിയിലാണ് കൊല നടത്തിയിരിക്കുന്നതെന്നും
സഹപ്രവർത്തകന്റെ മരണത്തിൽ ഏറെ ദുഃഖമുണ്ടെന്നും എത്രയും വേഗം പ്രതികളെ പിടികൂടി അവർ അർഹിക്കുന്ന ശിക്ഷ നൽകുമെന്നും കേസിന്റെ ചുമതല വഹിക്കുന്ന IG വേദനായകം മാധ്യമങ്ങളോട് പറഞ്ഞു. അർജുൻ കോപം കൊണ്ട് മുഷ്ടി ചുരുട്ടി. അവന് എന്റെ കൈ കൊണ്ട് തീർക്കാനിരുന്നതാ. എന്തായാലും അവനോട് വല്ലാത്ത വിരോധവളവനാ പണി ഒപ്പിച്ചേക്കുന്നത്. പെട്ടെന്നാണ് അവന്റെ മനസ്സിൽ തീർത്ഥയുടെ മുഖം തെളിഞ്ഞത്. അർജുൻ ഒന്ന് പരിഭ്രമിച്ചു. അവൾ ഇത് അറിഞ്ഞെങ്കിൽ വല്ലാത്ത അവസ്ഥയിലാവൂപ്പോ. അവൻ മൊബൈലെടുത്ത് തീർത്ഥയുടെ നമ്പറിലേക്ക് വിളിച്ചു. തന്റെ മൊബൈൽ റിങ് ചെയ്തത് കേട്ടാണ് തീർത്ഥ ചെറിയ മയക്കത്തിൽ നിന്നുണർന്നത്. അവൾ എടുത്തു നോക്കിയപ്പോൾ അജുവേട്ടൻ കോളിംഗ് എന്ന് കാണിച്ചു. അവളുടെ മുഖത്ത് ഒരു ചിരി വിടർന്നു. ഹലോ ഏട്ടാ. ഹലോ മോളെ, നീ എവിടാ? ഏട്ടാ, ഞാനിപ്പോ എറണാകുളത്ത് പോയിക്കൊണ്ടിരിക്കുക. എറണാകുളത്തോ? അവിടെ എന്താ? അത് പിന്നെ ഏട്ടാ, അവിടെ എനിക്ക് ജോലിയുടെ ഇന്റർവ്യൂ ഉണ്ട്. ജോലിയോ? അർജുന്റെ മുഖം കനത്തു. നിനക്ക് ഇവിടെ ഞാനൊരു ജോലി ശരിയാക്കി തരില്ലായിരുന്നോ? അവന്റെ മുഖം വീർത്തു. സോറി ഏട്ടാ, ഞാൻ മുന്നേ കൊടുത്തതാ. ഷോർട്ട് ലിസ്റ്റ് വന്നതുകൊണ്ട് പോയി നോക്കാമെന്ന് ഓർത്തു. പിണങ്ങല്ലേ? അവൾ എന്തായാലും ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് അവന് മനസ്സിലായി. നിനക്ക് എവിടെയാ ഇന്റർവ്യൂ? ഏതാ കമ്പനി? ഇന്ദീവരം ഗ്രൂപ്പിന്റെ MDയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാ. അതുവരെ സംസാരിക്കുമ്പോൾ വിടർന്നു കൂമ്പുന്ന അവളുടെ മിഴികളും കുസൃതിയാൽ കൂർത്തു വരുന്ന അധരങ്ങളും നോക്കിയിരുന്ന പൃഥ്വി അത് കേട്ടൊന്ന് ഞെട്ടി. അടുത്ത നിമിഷം അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. ഇന്ദീവരം ഗ്രൂപ്പോ? അർജുൻ ആ പേര് എവിടാ കേട്ടതെന്ന് ഓർത്തെടുക്കുകയായിരുന്നു. നീ ഒറ്റയ്ക്കാണോ? ഒറ്റയ്ക്കാ. സൂക്ഷിച്ചു പോയിട്ട് വാ. നല്ലപോലെ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യണം കേട്ടോ. കഴിഞ്ഞിട്ട് എന്നെ വിളിക്കണം. വിളിക്കാം, ഞാൻ വെക്കുവാണേ. കോള് കട്ട് ചെയ്ത് തിരിഞ്ഞ് അവൾ കണ്ടത് അവളെ തന്നെ നോക്കിയിരിക്കുന്ന പൃഥ്വിയെയാണ്. അവൾ മെല്ലെ മുഖം കുനിച്ച് സീറ്റിലേക്ക് ചാഞ്ഞു കിടന്നു. പൃഥ്വിയും ഒരു കള്ളച്ചിരിയോടെ കണ്ണുകൾ അടച്ചു. ദിവാകർ ബിസിനസിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അയാളുടെ മൊബൈലിലേക്ക് ഒരു കോള് വരുന്നത്. ഹലോ, ദിവാകർ അല്ലേ? ഞാൻ ജ്വാലയുടെ മുത്തശ്ശനാണ്. ഹാ ബാബ, പറഞ്ഞോളൂ. ഞാൻ ഞങ്ങളുടെ കുടുംബ ജോത്സ്യനെ ചെന്ന് കണ്ടിരുന്നു. ഇന്ന് ആർക്കും അതിൽ വിശ്വാസമുണ്ടാവില്ലെന്നറിയാം. എന്നാലും കുടുംബ ആചാരത്തിൽ പെടുന്നതായതുകൊണ്ട് ചെയ്യുന്നു എന്ന് മാത്രം. പിന്നെ വിവാഹം 1 മാസത്തിനപ്പുറം ഒക്ടോബർ 11 10:30ക്കും 11:00 എന്താ ബാബ, നിങ്ങൾ നേരത്തെ വരേണ്ടി വരും. കൃത്യമായി പറഞ്ഞാൽ ഈ ആഴ്ച അവസാനം തന്നെ കുറച്ചധികം ചടങ്ങുകളൊക്കെ ഉണ്ട്. അത് ശ്രമിക്കാം ബാബ. ഞങ്ങളവിടെ ഗസ്റ്റ് ഹൗസിലായിരുന്നു. ഇന്ന് കൊട്ടാരത്തിലേക്ക് പോവുകയുള്ളൂ. ആണല്ലേ? എന്നാ വെച്ചേക്കട്ടെ. ദിവാകർ കോള് കട്ട് ചെയ്ത് കസേരയിലേക്ക് ചാഞ്ഞിരുന്നു. ഓർമ്മകൾ അയാളുടെ തലച്ചോറിലേക്ക് പാഞ്ഞു കയറിക്കൊണ്ടേയിരുന്നു.